ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് AGC ഓട്ടോമാറ്റിക് ഗെയിൻ കൺട്രോൾ എന്നുള്ളൊരു ടോപ്പിക്കാണ്. നമ്മൾ AGC എന്നുള്ള വേർഡ് കുറേ തവണ നമ്മൾ കേട്ട വേർഡാണ്. അപ്പോൾ നമ്മളിപ്പം തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ച സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവറിൽ ഒരു AGC ബ്ലോക്ക് ഉണ്ടായിരുന്നു. AGC എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ഗെയിൻ കൺട്രോൾ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഗെയിൻ കറക്ഷൻ. അപ്പോൾ എന്തായിരിക്കും AGC കൊണ്ട് മീൻ ചെയ്യുന്നത്? AGC എന്ന് പറഞ്ഞാൽ AGC keeps the output signal level constant irrespective of increase or decrease in the signal level at receiver. അപ്പോൾ വളരെ ക്ലിയർ ആണ്. നമ്മളൊരു FM റിസീവറാണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു AM റിസീവറാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ റിസീവ് ചെയ്യുന്ന AM സിഗ്നലിൽ റിസീവറിൽ ഏതെങ്കിലും കണ്ടീഷനിൽ എന്താണ് നമ്മുടെ സിഗ്നൽ ലെവൽ ചേഞ്ച് വരികയാണെങ്കിൽ അല്ലെങ്കിൽ വോൾട്ടേജ് കൂടുകയോ കുറയുകയോ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ സിഗ്നലിന്റെ ആംപ്ലിറ്റ്യൂഡ് കൂടുകയോ കുറയുകയോ ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിനെ ഒരു കോൺസ്റ്റന്റ് ആംപ്ലിറ്റ്യൂഡ് ലെവലായിട്ട് സെറ്റ് ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഗെയിൻ കൺട്രോൾ, ഓട്ടോമാറ്റിക് ഗെയിൻ കൺട്രോൾ അല്ലെങ്കിൽ AGC എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും? ഇപ്പോൾ വളരെ ക്ലിയർ ആണ്. നമുക്ക് കിട്ടേണ്ട മാക്സിമം വോൾട്ടേജ് ലെവൽ 5 വോൾട്ട് ആണ്. ഈ 5 വോൾട്ട് എന്നുള്ളത് 6 വോൾട്ട് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് ഓട്ടോമാറ്റിക്കലി അതിനെ 5 വോൾട്ട് ആയിട്ട് കുറയ്ക്കും. അപ്പോൾ ഇത്രയും ശ്രദ്ധിച്ചാൽ മതി. നമ്മളിപ്പോൾ സൂപ്പർ ഹെറ്ററോഡൈൻ റിസീവറിൽ ഏതെങ്കിലും മൊമെന്റിൽ ഗെയിൻ അഡ്ജസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഗെയിൻ വേരിയേഷൻസ് വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിന്റെ പേരാണ് ഓട്ടോമാറ്റിക് ഗെയിൻ കൺട്രോൾ അല്ലെങ്കിൽ AGC. സോ ബേസിക്കലി ദർ ആർ 2 ടൈപ്സ് ഓഫ് AGCs, സിമ്പിൾ AGC ആൻഡ് ഡിലേഡ് AGC. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാനിവിടെ X ആക്സിസിൽ ഇൻകമിംഗ് സിഗ്നൽ സ്ട്രെങ്ത്തും Y ആക്സിസിൽ ഞാൻ റിസീവർ ഔട്ട്പുട്ട് വോൾട്ടേജ് മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ നോക്കുക, ഞാൻ 3 കളറായിട്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ ഞാൻ സിമ്പിൾ AGC മാർക്ക് ചെയ്തിട്ടുണ്ട്, ഡിലേഡ് AGC മാർക്ക് ചെയ്തിട്ടുണ്ട്, ഐഡിയൽ AGC മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ഗെയിൻ കറക്ഷൻ യൂസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഇതിനെ നോ AGC എന്ന് പറയാം. അപ്പോൾ നോ AGC നിങ്ങൾ കണ്ടോ, അതായത് ഇൻകമിംഗ് സിഗ്നൽ സ്ട്രെങ്ത് കൂടുന്നതിനനുസരിച്ച് റിസീവർ ഔട്ട്പുട്ട് വോൾട്ടേജ് കൂടുന്നുണ്ട്. അതായത് ഒരു പോയിന്റ് ഓഫ് വ്യൂലും നമ്മൾ ഗെയിനെ എന്ത് ചെയ്യുന്നില്ല, കൺട്രോൾ ചെയ്യുന്നില്ല. പിന്നെ നമുക്ക് ജനറലി എന്ത് പറയാം? നോ AGC. ഐഡിയൽ AGC നിങ്ങൾക്ക് ഇവിടെ കാണാം. ഐഡിയൽ AGC ബേസിക്കലി ഇതാണ് ഐഡിയൽ AGC. ഐഡിയൽ AGCന്റെ കേസിൽ നിങ്ങൾ കണ്ടോ, ഇപ്പൊ നമ്മളൊരു കോമൺ പോയിന്റ് സെറ്റ് ചെയ്തു. മേ ബി നമുക്കിപ്പോ സെറ്റ് ചെയ്യേണ്ട ലിമിറ്റ് 5 വോൾട്ട് ആണെങ്കിൽ 5 വോൾട്ടിന് മേലെ സിഗ്നൽ വരുന്ന പോയിന്റ് വരുന്നുണ്ടെങ്കിൽ ആ കറക്റ്റ് ഷാർപ്പ് 5 വോൾട്ടില് ഇത് എന്ത് ചെയ്തു? ഗെയിൻ കൺട്രോൾ ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു? ഇതുവരെ 5 വോൾട്ട് വരെ ഇൻകമിംഗ് സിഗ്നൽസ് കൂടുന്നതിനനുസരിച്ച് റിസീവർ വോൾട്ടേജ് കൂടുന്നുണ്ട്. 5 വോൾട്ട് എന്നുള്ള ഒരു കോമൺ പോയിന്റ് എത്തിയപ്പോൾ ഇൻസ്റ്റന്റ്ലി ഗെയിൻ എന്തായി? കോൺസ്റ്റന്റ് ആയി. ഇതാണ് ഐഡിയൽ AGC. ഒരിക്കലും ഐഡിയൽ സിസ്റ്റം ആയിരിക്കില്ല. പ്രാക്ടിക്കലി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും ഇതുപോലത്തെ ഐഡിയൽ ക്യാര കിട്ടില്ല. സോ പ്രാക്ടിക്കൽ കേസിൽ നമുക്ക് 2 രീതിയിലുള്ള AGC വരാം. ഒന്നാണ് സിമ്പിൾ AGC, ഒന്നാണ് ഡിലേഡ് AGC. സോ എന്താണ് സിമ്പിൾ AGC? ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. The gain control active at low output level also is called simple AGC. Hence, low AGC voltage decreases the overall gain and reduces the sensitivity of the receiver. അപ്പോൾ വളരെ ക്ലിയർ ആണ്. ലോവർ ലെവൽ തൊട്ട് തന്നെ നമ്മൾ ഗെയിൻ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ഇതിനെയാണ് നമ്മൾ സിമ്പിൾ AGC എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ നോക്കുക, സിമ്പിൾ AGC നമുക്ക് കാണാം. അപ്പോൾ ബേസിക്കലി നമ്മൾ ഐഡിയൽ AGCയിൽ എന്താണ്, 5 വോൾട്ട് വരെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നില്ല. 5 വോൾട്ട് എത്തിയപ്പോഴാണ് നമ്മൾ കൺട്രോൾ ചെയ്തത് ഐഡിയൽ AGCയിൽ അല്ലേ, ഗെയിൻ കൺട്രോൾ ചെയ്ത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്ക്, ഇൻകമിംഗ് സിഗ്നൽ കൂടുന്നതനുസരിച്ച് നമ്മൾ ഇനീഷ്യൽ മൊമെന്റിൽ തന്നെ ഗെയിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇവിടെ അങ്ങനെയല്ലല്ലോ, ഇത് കോൺസ്റ്റന്റ്ലി ഇൻക്രീസ് ചെയ്യുന്നതായിരുന്നു. ഇനീഷ്യൽ മൊമെന്റിൽ നമ്മൾ ഗെയിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ ലോവർ ലെവൽ തൊട്ട് ഗെയിൻ കൺട്രോളിങ് പോസിബിൾ ആവുകയാണെങ്കിൽ ഇതിനെയാണ് നമ്മൾ സിമ്പിൾ AGC എന്ന് പറയാം. സിമ്പിൾ AGCന്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് ഓവറോൾ ഗെയിൻ റെഡ്യൂസ് ചെയ്യുന്നതിന്റെ കൂടെ സെൻസിറ്റിവിറ്റിയും റെഡ്യൂസ് ചെയ്യും. അപ്പോൾ സിമ്പിൾ AGC എന്ന് പറഞ്ഞതാണ് നമ്മൾ പ്രാക്ടിക്കലി എല്ലാ ആപ്ലിക്കേഷൻസിലും യൂസ് ചെയ്യുന്ന ഡിലേഡ് AGC ആണ്. സോ എന്താണ് ഡിലേഡ് AGC? നിങ്ങൾ നോക്കുക, സിമ്പിൾ AGC ബ്ലൂ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് സിമ്പിൾ AGC അല്ലേ. ഡിലേഡ് AGC ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, ബ്ലാക്ക് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് ഡിലേഡ് AGC. So delayed AGC here, AGC bias is not applied till the output reaches a predetermined level. When the output signal tries to exceed this level, AGC bias is applied and gain is reduced. So output voltage remains at a predetermined level. വളരെ ക്ലിയർ ആണ്. നമ്മൾ സിമ്പിൾ AGC ചെയ്ത കാര്യം എന്തായിരുന്നു? സ്റ്റാർട്ടിംഗ് ലെവൽ തൊട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും? AGC കൺട്രോളിങ് സ്റ്റാർട്ട് ചെയ്യും അല്ലേ. ഇതായിരുന്നല്ലോ സിമ്പിൾ AGC. ലോവർ ലെവൽ തൊട്ട് തന്നെ നമ്മൾ ഗെയിനെ അഡ്ജസ്റ്റ് ചെയ്ത് തുടങ്ങും. ഐഡിയൽ AGC എന്തായിരുന്നു? 5 വോൾട്ട് എന്നുള്ള ത്രഷോൾഡ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 5 വോൾട്ട് എത്തുമ്പോഴാണ് ഗെയിൻ കൺട്രോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു സ്ട്രെയിറ്റ് ലൈനാണ് നമുക്ക് ഐഡിയൽ AGCയിൽ വരിക. ഡിലേഡ് AGC എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്ക്, ഈ ഒരു പോയിന്റ് വരെ
നമ്മൾ ഗെയിൻ കൺട്രോൾ ചെയ്യുന്നില്ല. അപ്പോൾ 5 വോൾട്ട് എത്തുന്നതിൻ്റെ തൊട്ട് മുന്നെയാണ് നമ്മൾ ഗെയിൻ കൺട്രോളിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 75% എത്തിയ മൊമെന്റിലാണ് നമ്മൾ ഗെയിൻ കൺട്രോൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ലോവർ ലെവലിൽ നമ്മൾ ഗെയിൻ കൺട്രോൾ ചെയ്യുന്നില്ല, ഈ പോയിന്റിൽ നമ്മൾ ഗെയിൻ കൺട്രോൾ ചെയ്യും. ഗെയിൻ കൺട്രോൾ ചെയ്തിട്ട് എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ 3 AGCs പറഞ്ഞു. ഒന്ന് ഐഡിയൽ AGC, ഒന്ന് സിമ്പിൾ AGC, ഒന്ന് ഡിലേഡ് AGC. മൂന്നും ഡിഫറൻസ് ക്ലിയർ ആയിട്ടുണ്ടാവും. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന AGC സ്കീം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഡിലേഡ് AGC ആണ്. ഓക്കെ. ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഇന്നലെ 2 ടൈപ്പ് റിസീവേഴ്സ് പഠിച്ചിരുന്നു. AM സൂപ്പർ ഹെട്രോഡൈനും FM സൂപ്പർ ഹെട്രോഡൈനും. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് നമ്മൾ പറയുന്നത് ഡബിൾ കൺവേർഷൻ. അപ്പോൾ നമ്മൾ ഇന്നലെ പഠിച്ച സ്റ്റേജസ് എന്തായിരുന്നു? നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിരുന്നു. ഫസ്റ്റ് ഒരു RF സിഗ്നലിനെ റിസീവ് ചെയ്യും. ഈ RF സിഗ്നലിനെ നമ്മൾ IF ആയിട്ട് കൺവേർട്ട് ചെയ്യും യൂസിങ് മിക്സർ, റൈറ്റ്. ഈ IF-നെ നമ്മൾ AF ആയിട്ട് കൺവേർട്ട് ചെയ്യും യൂസിങ് ഡിറ്റക്ടർ. ഇങ്ങനെയായിരുന്നു നമ്മൾ പഠിച്ചത്. അപ്പോൾ നമ്മൾ RF-നെ IF ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറേ ആംപ്ലിഫിക്കേഷൻ സ്റ്റേജസ് യൂസ് ചെയ്യും. IF-നെ AF ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴും ആംപ്ലിഫയേഴ്സ് യൂസ് ചെയ്യും. അപ്പോൾ വളരെ ക്ലിയർ ആണ്, RF to IF, IF to AF കൺവേർഷൻ ആണ് സൂപ്പർ ഹെട്രോഡൈൻ റിസീവറിൽ നടക്കുന്നത്. അപ്പോൾ വളരെ ക്ലിയർ ആണ്, RF ഉള്ളത് ഒരു ലോ ഫ്രീക്വൻസി, ഒരു ഹൈ ഫ്രീക്വൻസി നമ്മളൊരു ലോ ഫ്രീക്വൻസി ആയിട്ട് കൺവേർട്ട് ചെയ്യും റിസീവറിൽ. ഇങ്ങനെയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഞാനിതിൽ കറക്റ്റ് ഡബിൾ കൺവേർഷൻ എന്ന് പറഞ്ഞാൽ 1, 2, 3 സ്റ്റേജിലൂടെ നമ്മൾ IF. അപ്പോൾ വളരെ ക്ലിയർ ആണ്. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ 1000 ഹെർട്സ് ആണ് എൻ്റെ ഇൻപുട്ട് ഫ്രീക്വൻസി. എനിക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് എത്രയാണ്? 100 ഹെർട്സിലേക്കാണ്. അപ്പോൾ ഞാൻ 1, 2, 3 IF സ്റ്റേജ് എനിക്ക് യൂസ് ചെയ്യാം. 1000-ന് എനിക്ക് ആദ്യം വേണമെങ്കിൽ എത്രയായിട്ട് കൺവേർട്ട് ചെയ്യാം? ഒരു 600 ആയിട്ട് കൺവേർട്ട് ചെയ്യാം. 600-ന് എനിക്ക് എത്രയായിട്ട് കൺവേർട്ട് ചെയ്യാം? ഒരു 300 ആയിട്ട് കൺവേർട്ട് ചെയ്യാം. 300-ന് എനിക്ക് എത്രയായിട്ട് കൺവേർട്ട് ചെയ്യാം? ഒരു 100 ആയിട്ട് കൺവേർട്ട് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? 1000-നെ ഡയറക്റ്റ് 100 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനേക്കാൾ എഫിഷ്യൻ്റ് എന്താണ്? 1000-നെ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് IF വഴി 600 ഹെർട്സ് ആയി കൺവേർട്ട് ചെയ്യും, 300 ഹെർട്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. സെക്കൻഡ് സ്റ്റേജിലൂടെ, തേർഡ് സ്റ്റേജിലൂടെ 100 ഹെർട്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇതേ കോൺസെപ്റ്റാണ് ഡബിൾ കൺവേർഷൻ നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ 2 ടൈപ്പ് എന്താണ് IF യൂസ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് IF-ഉം സെക്കൻഡ് IF-ഉം. അപ്പോൾ നിങ്ങൾ നോക്ക്, ഇതിൽ ഞാനൊരു ഫ്രീക്വൻസി എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ കണ്ടോ, ഇതിൽ ഫസ്റ്റ് പാർട്ട് RF ആംപ്ലിഫയർ ആണ്. RF ആംപ്ലിഫയറിൻ്റെ ഫംഗ്ഷൻ, നമ്മൾ ആൻറ്റിന വഴി RF ആംപ്ലിഫയറിനെ റിസീവ് ചെയ്യും. RF ആംപ്ലിഫയർ ജനറലി RF-നെ ആംപ്ലിഫൈ ചെയ്യും. അപ്പോൾ ഇതുപോലത്തെ ഒരു വീക്ക് RF ആണ് വരുന്നതെങ്കിൽ ഈ വീക്ക് RF-നെ നമുക്ക് RF ആംപ്ലിഫയർ വഴി എന്ത് ചെയ്യാം? എഫിഷ്യൻസി, ആംപ്ലിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ജനറലി യൂസ് ചെയ്യുന്ന RF ആംപ്ലിഫയറിൻ്റെ ഫ്രീക്വൻസി ഇവിടെ കൊടുത്തിട്ടുണ്ട്. 150 MHz ആണ് ഞാൻ യൂസ് ചെയ്യുന്ന RF എങ്കിൽ ജനറലി എങ്ങനെയായിരിക്കും? ഫസ്റ്റ് മിക്സർ എന്തായിരിക്കും ചെയ്യുക? ഫസ്റ്റ് മിക്സർ ചെയ്യുന്ന കാര്യം, ഫസ്റ്റ് മിക്സർ RF-നെ IF ആയിട്ട് കൺവേർട്ട് ചെയ്യും, റൈറ്റ്. സോ നിങ്ങൾ നോക്ക്, നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന IF വളരെ ചെറിയൊരു IF ആണ് നമ്മൾ ഇനീഷ്യലി സെറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ 17.855 MHz ആണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ക്രിസ്റ്റൽ ഓസിലേറ്ററിന്റെ ഫ്രീക്വൻസി എങ്കിൽ ഈ ഫ്രീക്വൻസി ജനറേറ്റ് ചെയ്യാനാണ് നമ്മൾ ക്രിസ്റ്റൽ ഓസിലേറ്റർ യൂസ് ചെയ്യുന്നത്, റൈറ്റ്. സോ നമുക്ക് വേണ്ടത് വളരെ വലിയൊരു IF ആണെങ്കിൽ, സപ്പോസ് എനിക്കിപ്പോൾ വേണ്ട IF 160.7 MHz IF വേണം. പക്ഷെ എൻ്റെ അടുത്ത് അവൈലബിൾ ആയിരിക്കുന്ന IF ഫ്രീക്വൻസി 17.855 ആണെങ്കിൽ നമ്മൾ 2 ഫ്രീക്വൻസി ട്രിപ്ലർ സർക്യൂട്ട് യൂസ് ചെയ്യും. സോ എന്താണ് ഫ്രീക്വൻസി മൾട്ടിപ്ലയർ നമ്മൾ പഠിച്ചിട്ടുള്ളത്? ഫ്രീക്വൻസി ട്രിപ്ലർ എന്ന് പറഞ്ഞാൽ the corresponding frequency is multiplied by 3 times. 3x മൾട്ടിപ്ലയർ ആണ് യൂസ് ചെയ്യുന്നത്. സോ 17.855 MHz-നെ നമ്മൾ 53.565 MHz ആകും ഫസ്റ്റ് ഫ്രീക്വൻസി ട്രിപ്ലർ വഴി. സെക്കൻഡ് ഫ്രീക്വൻസി ട്രിപ്ലർ വഴി 53.565 MHz-നെ 160.7 MHz ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ജനറലി ചെയ്യുന്ന കാര്യം, ഇതൊരു ജനറൽ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാണ്, വളരെ ലോവസ്റ്റ് ആയിട്ടുള്ള ഒരു കാരിയർ ഫ്രീക്വൻസിയാണ് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ IF-ന് വേണ്ട കാരിയർ ഫ്രീക്വൻസി വളരെ കൂടുതലാണെങ്കിൽ 2 ഫ്രീക്വൻസി മൾട്ടിപ്ലയർ സ്റ്റേജ് വഴി നമുക്കതിനെ മൾട്ടിപ്ലൈ ആണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. സോ RF-നെ IF ആയിട്ട് കൺവേർട്ട് ചെയ്യും. IF ഫസ്റ്റ് മിക്സർ എന്ത് ചെയ്യും? RF-നെ IF ആയിട്ട്. അപ്പോൾ എന്തായിരിക്കും മിക്സർ മിക്സ് ചെയ്യുന്ന 2 ഫ്രീക്വൻസി? ഒന്ന് 160.7 MHz, റൈറ്റ്. ഒന്ന് എത്രയാണ്? 150 MHz. അപ്പോൾ ജനറലി മിക്സിംഗ് എന്ന് പറഞ്ഞാൽ 150 MHz 150 കുറച്ചാൽ ബാക്കി വരുന്ന എത്രയാണ്? 10.7 MHz. വളരെ ക്ലിയർ ആണ്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന എത്ര MHz ആയിരിക്കും? 10.7 MHz.
by comparing this 150 megahertz and 160.7 megahertz. 10.7 megahertz ആയിട്ടുള്ള ഫ്രീക്വൻസിയാണ് ഫസ്റ്റ് IF ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. 150 നമ്മൾ 10 ആയിട്ട് കൺവേർട്ട് ചെയ്തു അല്ലേ ഫസ്റ്റ് സ്റ്റേജിൽ. സോ നിങ്ങൾ നോക്ക്, ഈ ഫസ്റ്റ് IF ആംപ്ലിഫയർ, അപ്പോൾ നമ്മൾ RFനെ IF ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഇത് വീക്കർ ആയിട്ടുള്ള IF ആണെങ്കിൽ ഇതിനെ ആംപ്ലിഫൈ ചെയ്യാൻ നമ്മൾ ഫസ്റ്റ് IF ആംപ്ലിഫയർ യൂസ് ചെയ്യും. ഫസ്റ്റ് IF ഫിൽറ്റർ ഉണ്ട് അല്ലേ. IF ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ഈ 10.7 മെഗാഹെർട്സ് ഉള്ള ഒരു കോൺസ്റ്റന്റ് ഫ്രീക്വൻസി എനിക്ക് കിട്ടുന്നത്. ഈ ഫ്രീക്വൻസിയിൽ എന്തെങ്കിലും വേരിയേഷൻസ് വരികയാണെങ്കിൽ നമ്മളൊരു ബാൻഡ് പാസ് ഫിൽറ്റർ വെച്ചിട്ട് ഈ അഡീഷണൽ സിഗ്നലിന് ഇപ്പോൾ 10.7 വരെ ഒരു 11.3 മെഗാഹെർട്സ് എന്ന് പറഞ്ഞാൽ ബാക്കി വരുന്ന 6.6 മെഗാഹെർട്സ് നോയ്സ് ആണ്. അപ്പോൾ നോയ്സസ് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ കറക്റ്റ് 10.7 മെഗാഹെർട്സ് തന്നെ IF ആയിട്ട് മാറാൻ നമ്മളൊരു ഫിൽറ്റർ അഡീഷണൽ യൂസ് ചെയ്യും, റൈറ്റ്. സോ നെക്സ്റ്റ് ആണ് സെക്കൻഡ് മിക്സർ. അപ്പോൾ ഫസ്റ്റ് മിക്സർ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ ട്രിപ്പിളർ എന്നുള്ള ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞാണ്. എനിക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ഈ 160.7 മെഗാഹെർട്സ് ഫസ്റ്റ് ക്രിസ്റ്റൽ ഓസിലേറ്റർക്ക് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, സെക്കൻഡ് മിക്സർ ചെയ്യുന്ന കാര്യം, ഈ 10.7 മെഗാഹെർട്സ് ആണ് നമ്മൾ ഫസ്റ്റ് IF ഫിൽറ്ററിന്റെ ഔട്ട്പുട്ട് അല്ലേ. സെക്കൻഡ് മിക്സർ ഫസ്റ്റ് IFനെ സെക്കൻഡ് IF ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഫസ്റ്റ് IFനെ സെക്കൻഡ് IF ആയിട്ട് കൺവേർട്ട് ചെയ്യാനാണ് സെക്കൻഡ് മിക്സർ യൂസ് ചെയ്യുക. ഫസ്റ്റ് മിക്സർ എന്തായിരുന്നു? IF to RF to ഫസ്റ്റ് IF അല്ലേ. വളരെ ക്ലിയർ ആണ്. ഫസ്റ്റ് IFനെ സെക്കൻഡ് IF ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് സെക്കൻഡ് മിക്സർ യൂസ് ചെയ്യാം. സോ സെക്കൻഡ് മിക്സർ ചെയ്യുന്ന കാര്യം നിങ്ങൾ നോക്കുക. ഇത് കമ്പയർ ചെയ്യുന്ന രണ്ട് ഫ്രീക്വൻസീസ് ആണ്. ഒന്ന് 10.7 മെഗാഹെർട്സും ഒന്ന് 11.6 മെഗാഹെർട്സും 11.165 മെഗാഹെർട്സും. വളരെ ക്ലിയർ ആണ്. 11.165 10.7 സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ 11.165 മൈനസ് 10.7 നമുക്ക് ഓൾമോസ്റ്റ് കിലോഹെർട്സിലാണ് കിട്ടുക. കാരണം നമ്മളിത് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് കിട്ടുന്നത് 465 കിലോഹെർട്സ് ആയിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കാം, കാരണം 2 മെഗാഹെർട്സ് ആണ്. ഒന്ന് 11.16ഉം ഒന്ന് 10.7ഉം. ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് 0.5 മെഗാഹെർട്സ് അല്ലെങ്കിൽ 465 കിലോഹെർട്സ് ആണ് എനിക്ക് കിട്ടുക. ഈ 460 അപ്പോൾ 10.7 മെഗാഹെർട്സിനെ 465 കിലോഹെർട്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? സെക്കൻഡ് മിക്സർ യൂസ് ചെയ്യുക. സെക്കൻഡ് IF ആംപ്ലിഫയർ വഴി വീക്കർ ആയിരിക്കുന്ന സെക്കൻഡ് IFനെ നമ്മൾ ആംപ്ലിറ്റ്യൂഡ് ബൂസ്റ്റ് ചെയ്തു. സെക്കൻഡ് IF ഫിൽറ്റർ എന്താണ് നമുക്ക് വേണ്ടത്? കോൺസ്റ്റന്റ് 465 കിലോഹെർട്സ് ആണ് സപ്പോസ് വേണ്ടതെങ്കിൽ ഈ കോൺസ്റ്റന്റ് 465നെ നിലനിർത്താനാണ് നമ്മൾ സെക്കൻഡ് ബാൻഡ് പാസ് ഫിൽറ്റർ യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഫ്രീക്വൻസിക്ക് എന്തെങ്കിലും വേരിയേഷൻസ് വരികയാണെങ്കിൽ ആ എക്സ്ട്രാ ഫ്രീക്വൻസിയെ ആര് ഫിൽറ്റർ ചെയ്യും? സെക്കൻഡ് IF ഫിൽറ്റർ ഫിൽറ്റർ ചെയ്യും. ഡിറ്റക്ടർ. സോ വാട്ട് ഈസ് ദ റോൾ ഓഫ് ഡിറ്റക്ടർ? യൂസിങ് ഡിറ്റക്ടർ ഐ ക്യാൻ കൺവേർട്ട് സെക്കൻഡ് IF ടു AF. AF എത്രയും സ്പെസിഫൈ ചെയ്യുന്നില്ല. സെക്കൻഡ് IF ആയ 465നെ ഓഡിയോ ഫ്രീക്വൻസി ആയിട്ട് കൺവേർട്ട് ചെയ്യാനാണ് ഡിറ്റക്ടർ യൂസ് ചെയ്യുക. ഇതിന് നമ്മൾ AF ആംപ്ലിഫയർ വഴി ആംപ്ലിറ്റ്യൂഡും പവറും ബൂസ്റ്റ് ചെയ്യും. ലൗഡ് സ്പീക്കർ വഴി എന്ത് ചെയ്യും? നമുക്ക് സൗണ്ട് പുറത്തേക്കാം. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ബേസിക് വർക്കിംഗ് പറഞ്ഞ് ഫസ്റ്റ് 150 മെഗാഹെർട്സ് RF സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യും. RF ആംപ്ലിഫയർ ഇതിനെ ഫസ്റ്റ് മിക്സറിലേക്ക് കണക്ട് ചെയ്യും. ഫസ്റ്റ് മിക്സർ ഈ 17.855നെ 2 സ്റ്റേജ് ഓഫ് ഫ്രീക്വൻസി ട്രിപ്ലർ വഴി നമ്മൾ 160.7 ആയി കൺവേർട്ട് ചെയ്തു. ഈ 160.7 150 കുറച്ച് സിഗ്നലായ 10.7 മെഗാഹെർട്സ് ആണ് ഫസ്റ്റ് മിക്സർ പ്രൊഡ്യൂസ് ചെയ്യുക. ഫസ്റ്റ് IF ആംപ്ലിഫയർ വഴി നമ്മൾ ഇതിനെ ആംപ്ലിഫൈ ചെയ്യും. ഫസ്റ്റ് ഫിൽറ്റർ വഴി നമ്മൾ കോൺസ്റ്റന്റ് 10.7നെ മെയിൻറ്റെയിൻ ചെയ്യും. സെക്കൻഡ് മിക്സർ വഴി നമ്മൾ എന്ത് ചെയ്യും? ഈ 10.7ഉം 11.165 ആണ് സെക്കൻഡ് മിക്സറിൽ മിക്സ് ചെയ്യുന്നത്. സോ 11.165 മൈനസ് 10.7 ഓൾമോസ്റ്റ് 0.465 മെഗാഹെർട്സ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുക. അല്ലെങ്കിൽ 465 കിലോഹെർട്സ് സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യും. ഈ സിഗ്നൽ ആണ് മിക്സറിൽ പ്രൊഡ്യൂസ് ചെയ്യുക. മിക്സർ ഈ 465 കിലോഹെർട്സിനെ വീണ്ടും ആംപ്ലിഫൈ ചെയ്യും. ആംപ്ലിറ്റ്യൂഡ് കോൺസ്റ്റന്റ് ആയിട്ടുള്ള 465 നിലനിർത്തും. സെക്കൻഡ് ഫിൽറ്റർ യൂസ് ചെയ്തിട്ട് ഡിറ്റക്ടർ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? സെക്കൻഡ് IFനെ AF ആയി കൺവേർട്ട് ചെയ്യും. AF ആംപ്ലിഫയർ യൂസ് ചെയ്തിട്ട് നമ്മൾ അതിനെ ആംപ്ലിറ്റ്യൂഡും പവറും ബൂസ്റ്റ് ചെയ്യും. ലൗഡ് സ്പീക്കർ വഴി നമുക്ക് ആ സിഗ്നലിനെ കേൾക്കാം. അപ്പോൾ ഇതാണ് ബേസിക്കലി ഡബിൾ കൺവേർഷൻ. ഇത് 10 മാർക്കിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഓൾറെഡി സൂം മീറ്റിംഗിൽ ഈ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഡെപ്തിൽ ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഓക്കെ.